ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ CE എബ്രഹാം എഴുതിയ പുസ്തകത്തിലെ 23-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ 23-ാം അധ്യായം ഒരല്പം വലിയ ഒരു അധ്യായമാണ്. അതുകൊണ്ട് ഇത് 2 ഭാഗമായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 23-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഭാരത ഭൂമിയിലെ ക്രിസ്തീയ സഭ എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എങ്ങനെയാണ് ഭാരതത്തിൽ ക്രിസ്തീയ സഭ ഉണ്ടായത് എന്നുള്ള ഒരു ചെറിയ ഐഡിയ ആണ് തരുന്നത്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭ്യമല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പല മതങ്ങളുടെ ഒരു ജന്മനാടാണ്. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, അതുപോലെ സിഖ് മതം. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 മതങ്ങളുടെ ഒരു ജന്മ സ്ഥലമാണ് ഈ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയ മതം അതുപോലെ ഇസ്ലാം മതം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന മതങ്ങളാണ്. എന്നാൽ പ്രധാനമായും 4 മതങ്ങളാണ്: ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, അതുപോലെ സിഖ് മതം. ഇത് 4ഉം പ്രധാനമായി നമ്മുടെ ഭാരതത്തിലാണ് അതിന് ജന്മം ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യകാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 3ആയിട്ട് തിരിച്ച് പഠിക്കാം: ആദ്യകാലം, മധ്യകാലം, ഇപ്പോഴത്തെ ആധുനിക കാലം. അതിൽ ആദ്യകാലത്തെക്കുറിച്ചാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. കേരളത്തിലെ സുറിയാനി സഭ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ തോമാസ് ലീഗ സ്ഥാപിച്ചതാണെന്നും, അതായത് തോമാസ് ലീഗയാൽ സ്ഥാപിതമായതാണ് എന്ന് ഒരു പ്രബലമായ വിശ്വാസം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അതൊരു പാരമ്പര്യ വിശ്വാസമാണ്. എന്നാൽ ഈ പ്രസ്തുത പാരമ്പര്യത്തിന് വ്യക്തമായ ഒരു ചരിത്രരേഖകൾ ഇല്ല. ചരിത്രപരമായി നമ്മൾ പഠിക്കുമ്പോൾ തോമാസ് ലീഗ കേരളത്തിൽ വന്നു, സഭ സ്ഥാപിച്ചു എന്നുള്ള ഒരു വ്യക്തമായ ചരിത്രമില്ല. ഇതൊരു പാരമ്പര്യ വിശ്വാസം മാത്രമാണ് എന്നുള്ളതാണ് ഈ ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. ഇതൊരു വിവാദമായ വിഷയമാണ്. സുറിയാനിക്കാരുടെ ഇടയിൽ അന്വേഷികൾ തന്നെ ഈ സംഗതികളെ ഏക അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ല. തോമാസ് ലീഗയും മലങ്കരയുമായുള്ള ബന്ധം വിശ്വാസയോഗ്യമാണെന്ന് ഡോക്ടർ PJ തോമസ്, മെസ്സേഴ്സ് EM ഫിലിപ്പോസ്, KM ദാനിയേൽ എന്നിവരും അതല്ല എന്ന് മിസ്റ്റർ TK ദാനിയേലും TK ജോസഫും, ഇവരൊക്കെ ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകളാണ്, ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിശുദ്ധ തോമസ് അപ്പോസ്തോലൻ കേരളത്തിൽ വന്ന് സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നത് കേരളീയർക്കൊരു അഭിമാനമാണ്. എന്നാൽ തോമാസ് ലീഗയാൽ സ്ഥാപിതമായതാണ് ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അപ്പോസ്തോലൻ, യേശുവിൻ്റെ വിലാപ്പുറത്ത് നീ എൻ്റെ വിലാപ്പുറത്ത് വിരലിടുക, അല്ലെങ്കിൽ യേശുവിനെ എൻ്റെ ദൈവവും കർത്താവുമായവനെ എന്ന് വിളിച്ച തോമാസ് ലീഗ, അത് ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവർക്കും വളരെ അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ ചരിത്രപരമായി അതിന് തെളിവുകളില്ല, പാരമ്പര്യമായ വിശ്വാസമാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ അപേക്ഷാനുസരണം അലക്സാണ്ട്രിയിലെ ബിഷപ്പായിരുന്ന ഡിമിട്രീസ് ബ്രാഹ്മണരോട് സുവിശേഷം അറിയിക്കുന്നതിനായും മറ്റും AD 190 പാൻറ്റനീസ് എന്ന ഒരു മിഷണറിയെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നുള്ള ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇദ്ദേഹം പ്രസ്തുത ക്രിസ്ത്യാനികളുടെ കൈവശം എബ്രായ ഭാഷയിലുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതി
കണ്ടതായും യൂസീബസ് എന്ന് പറയുന്ന എഴുത്തുകാരനും അതുപോലെ ജെറോം എന്ന് പറയുന്ന എഴുത്തുകാരനും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാണ്ഡിനി സന്ദർശിച്ച ഇന്ത്യ സിന്ധു നദീതീരത്തുള്ള ഉത്തരേന്ത്യയുടെ ഒരു ഭാഗമാണെന്നാണ് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ക്രിസ്താബ്ദം 345 എഡസായിൽ നിന്നും, അതായത് പേർഷ്യയിൽ നിന്നും ഒരു മെത്രാനും കുറേ പട്ടക്കാരും, ഒരു ബിഷപ്പും കുറേ പട്ടക്കാരും വൈദികർ കാനായി തൊമ്മൻ എന്ന ഒരു കച്ചവടക്കാരൻ്റെ കൂടെ കൊടുങ്ങല്ലൂർ തുറമുഖത്തെത്തി. മലയാള രാജ്യത്ത് കുടിയേറി പാർത്തെന്നും അന്നത്തെ ചേരമൻ പെരുമാൾ രാജാവിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ചെമ്പുതകിടിൽ 72 പദവികൾ അവർക്ക് ചേരമൻ പെരുമാൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് എഴുതി ലഭിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ പ്രബലമായ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ രാജാവായിരുന്ന ചേരമൻ പെരുമാൾ AD 345 എഡസായിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് വന്ന കാനായി തൊമ്മനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു ബിഷപ്പും പിന്നീട് കുറേ വൈദികരും കേരളത്തിൽ വന്നു എന്നും അവിടെ അവർക്ക് അവകാശങ്ങൾ എഴുതി ലഭിച്ചു എന്നും ഒരു വിശ്വാസം നിലനിൽക്കുകയാണ്. എന്നാൽ അതിന് പ്രത്യേകമായ രേഖകളൊന്നുമില്ല, ആ രേഖകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. AD 343 പേർഷ്യ രാജ്യത്ത് ഏകദേശം 40 വർഷത്തോളം നിലനിന്നിരുന്ന ഒരു ഭയങ്കര മതപീഡ നിമിത്തം, അതായത് മതപീഡ ഉണ്ടായതിനാൽ, പേർഷ്യയിലുണ്ടായ മതപീഡ നിമിത്തമാണ് അവിടുന്ന് ആളുകൾ ഓടിപ്പോകുന്നത്. അവിടുന്ന് ആളുകൾ ഓടി ഇവിടെ കുടിയേറി പാർക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ മതപീഡ നിമിത്തം വന്ന ആളുകൾക്ക് സാമ്പത്തികപരമായി വലിയ മെച്ചമുള്ളവരായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചിലർ പറയുന്നു അവർ കച്ചവടത്തിന് വന്ന കാനായി തൊമ്മൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകളാണ്. ഇതൊക്കെ വിശ്വാസങ്ങൾ മാത്രമാണ്. കാനായി തൊമ്മൻ വന്നു എന്നുള്ളതിന് ചരിത്രപരമായ രേഖകളുണ്ട്. 6-ാം ശതാബ്ദത്തിൻ്റെ ആരംഭത്തിൽ മലങ്കരയിൽ ഒരു ക്രിസ്തീയ സഭ ഉണ്ടായിരുന്നുവെന്ന് കോസ്മോസ് എന്ന ഒരു നെസ്തോറിയൻ സഞ്ചാരി യവന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രേഖ. 6-ാം ശതാബ്ദത്തിൽ ഒരു നെസ്തോറിയൻ വിശ്വാസ സഞ്ചാരിയായിരുന്ന കോസ്മോസ് അദ്ദേഹമാണ് ഇങ്ങനെ മാലി എന്ന് പറഞ്ഞ മലങ്കര, അതായത് കുരുമുളക് വിളയുന്ന സ്ഥലം, കുരുമുളക് വിളയുന്ന സ്ഥലം മലങ്കര, മാലി എന്ന് ഉദ്ദേശിക്കുന്നത് മലങ്കര എന്നാണ്, ഒരു ക്രിസ്തീയ സഭ ഉണ്ടായിരുന്നതായും AD 552 ആണ് കോസ്മോസ് മലബാർ സന്ദർശിച്ചത്. അപ്പോൾ അങ്ങനെ മലബാർ സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ക്രിസ്തീയ സഭ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വലിയ ചർച്ചാ വിഷയമാണ്. വന്നാലും വന്നില്ലെങ്കിലും തോമാസ് ലീഗ വന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം യേശുവിൻ്റെ അപ്പോസ്തലനായ തോമാസ് ലീഗ കേരളത്തിൽ വന്നു, ഇന്ത്യയിൽ വന്നു എന്ന് രേഖകൾ പലതും പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ വന്നതായിട്ട് പ്രത്യേകിച്ച് രേഖകളൊന്നും പറയുന്നില്ല. കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഒരു അപ്പോസ്തലൻ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയൊരു അഭിമാനമാണ്. അതിനുശേഷം AD 345 കാനായി തൊമ്മൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സംഘാംഗങ്ങൾ വന്നു. പിന്നീട് അന്നത്തെ രാജാവായ ചേരമൻ പെരുമാളിൽ നിന്ന് അവർക്ക് അവകാശങ്ങൾ എഴുതി ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന നെസ്തോറിയൻ സഞ്ചാരിയായ കോസ്മോസ് AD 552 മലബാർ സന്ദർശിക്കുകയും ഇവിടെ ഒരു ക്രൈസ്തവ സഭ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പറയുകയും ചെയ്യുകയാണ്. വേറൊരു പ്രധാന രേഖ, ചരിത്രരേഖ, മദ്രാസിനടുത്ത് മൈലാപ്പൂരിലും കോട്ടയം വലിയ പള്ളിയിലും കണ്ടുവരുന്ന പേർഷ്യൻ കുരിശുകളാണ്. അപ്പോൾ ഇവിടെ മദ്രാസിനടുത്ത് മൈലാപ്പൂരിലും കോട്ടയം പള്ളിയിലുള്ള ഈ പേർഷ്യൻ കുരിശുകൾ ഇതിനൊരു തെളിവാണ്. കാരണം പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ആണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ കുരിശിന്മേൽ പാലി ഭാഷയിൽ കാണപ്പെടുന്ന ലിഖിതത്തിൻ്റെ അർത്ഥവും സ്വഭാവവും കൊണ്ട് 8-ാം ശതാബ്ദത്തിനും 10-ാം ശതാബ്ദത്തിനും ഇടയ്ക്കുള്ള കാലത്ത് ഇവ നിർമ്മിക്കപ്പെട്ടു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നെസ്തോറിയൻ സഭ 6-ാം ശതാബ്ദത്തിൽ പേർഷ്യയിൽ വ്യാപിച്ചു, അവിടെ ഒരു ഉയർന്ന നില പ്രാപിച്ചതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. 6-ാം ശതാബ്ദം മുതൽ
11-ാം ശതാബ്ദം വരെ പേർഷ്യയിലെ നെസ്തോറിയൻ സഭ, അതായത് കൽദയ സഭ, ടിബറ്റ്, ചൈന, പഞ്ചാബ്, ദക്ഷിണ ഭാരതം എന്നീ സ്ഥലങ്ങളിലെല്ലാം വിസ്തൃതമായ ഒരു മിഷണറി വേല ചെയ്തിരുന്നു എന്ന് ചരിത്രം സാക്ഷീകരിക്കുന്നു. ഈ കാലത്തായിരിക്കണം മലങ്കരയിലും അവർക്ക് പ്രവേശനം ലഭിച്ചത് എന്നും മലങ്കരയുമായി പല വിധത്തിലുള്ള ഭാണ്ഡവം ഉണ്ടാകുന്നതിനും ഇടയായിട്ടുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികൾ പൊതുവെ ഒരു കാലത്ത് നെസ്തോറിയൻ ആയിരുന്നു എന്ന് തന്നെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. സുറിയാനി സഭ പൊതുവായ ആദ്യകാലം മുതൽ തന്നെയും ഏക സ്വഭാവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള സഭയായിരുന്നു. നെസ്തോറിയൻ പാത്രിയാർക്കീസിനാൽ സുറിയാനി സഭയിൽ മെത്രാന്മാർ വാഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനും രണ്ട് പക്ഷമില്ല. ഇനി അടുത്തത് മലയാളത്തുള്ള കേരളത്തിലുള്ള പുരാതന ക്രിസ്ത്യാനികൾക്ക് സുറിയാനിക്കാർ എന്ന് പേര് ലഭിക്കുന്നതിന് കാരണമായി തീർന്നത് പേർഷ്യൻ സഭയിൽ ഉപയോഗിച്ചിരുന്ന സുറിയാനി ഭാഷ മലങ്കര സഭയിൽ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ആരാധനയ്ക്കുമൊക്കെയുമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് സുറിയാനിക്കാർ എന്നുള്ള ഒരു പേര് വരാനായിട്ടുള്ള കാരണം. കൊടുങ്ങല്ലൂർ, കൊല്ലം ആദിയായ തുറമുഖ പട്ടണങ്ങളിലും 4-ാം ശതാബ്ദം മുതൽ സിറിയയിൽ നിന്നും ക്രിസ്ത്യാനികൾ കുടിയേറി പാർത്തിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവരുടെ സന്താനങ്ങളാണ് പിന്നീട് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇതിന് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉള്ളത്, ആദ്യകാലങ്ങളിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നല്ല വിളിച്ചിരുന്നത്, സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഗവർണറായ മോയൻസ് ആണ് ആദ്യമായി സുറിയാനിക്കാർ എന്ന പേര് മലങ്കരയിലുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നൊരു പേര് നിലവിലുണ്ടായിരുന്നില്ല. സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്നാണ് ഉണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഗവർണറായ മോയൻസ് ആണ് ആദ്യമായി സുറിയാനിക്കാർ എന്ന പേര് മലങ്കരയിലുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഉപയോഗിച്ചത്. അതിന് മുമ്പുള്ള സകല റെക്കോർഡുകളും സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ എന്നാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മലനാട്ടിലെ ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരംഭകാലത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പേര് ഉണ്ടായിരുന്നില്ല, സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്നുള്ള പേരാണ് ഉണ്ടായിരുന്നത്. 8-ാം ശതാബ്ദത്തിലും 9-ാം ശതാബ്ദത്തിലും സുറിയാനിക്കാർ രാജപ്രീതി നിമിത്തം സാമൂഹ്യമായി കേരളത്തിൽ ഉയർന്ന നില പ്രാപിച്ചു എന്നുള്ളതിന് അവരുടെ പദവികളും സ്ഥാനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ചെപ്പേടുകളിൽ നിന്നും മറ്റും വ്യക്തമാണ്. ഈ വിധത്തിലുള്ള രാജസമ്മാനങ്ങളായിരിക്കാം മതപ്രചരണത്തിൽ സുറിയാനിക്കാർ വിമുഖത കാണിച്ചത് എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പോർച്ചുഗീസുകാർ കേരളം സന്ദർശിക്കുന്നതിന് മുമ്പായി സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസാചാരങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് അത്ര വ്യക്തമായി അറിവുള്ളതല്ല. എന്നാൽ ഇതര പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളോടൊപ്പം, അതായത് സ്തുതി ചൊവ്വായ വിശ്വാസത്തിൽ അവർ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് ആരംഭകാലത്തെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തത് മധ്യകാലത്തിലേക്ക് വരുമ്പോൾ പിന്നെ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ഇതാണ് കാണുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് മിഷണർമാർ ഇന്ത്യയിൽ കാലുകുത്തുന്നതിന് മുമ്പായി തന്നെ സുവിശേഷ വേലയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചുമുള്ള ഒരു ദർശനം ലഭിച്ചതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് റോമൻ കത്തോലിക്ക സഭയാണ് എന്ന് പറയപ്പെടുകയാണ്. ഡൊമിനിക്കൻ, ഫ്രാൻസിസ്കൻ, കർമ്മലീത്തർ, ജെസ്യൂട്ട് ആദിയായ സന്യാസി സമൂഹങ്ങൾ, ഇതെല്ലാം സന്യാസി സമൂഹങ്ങളാണ്. അവർ 16-ാം ശതാബ്ദത്തിൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ, ചൈന എന്നിങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും റോമാസഭയുടെ നാമത്തിൽ സുവിശേഷ വേല ആരംഭിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും ഇടയായിത്തീർന്നു. ഇക്കാലത്ത് ഇന്ത്യയിൽ റോമൻ കത്തോലിക്കർ ആരംഭിച്ച് നടത്തി വന്ന മിഷണറി പ്രവർത്തനങ്ങൾ പ്രധാനമായി 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. റോമൻ കത്തോലിക്ക സഭയിലെ മിഷണറി പ്രവർത്തനങ്ങളെ 2ആയിട്ട് തിരിച്ചാൽ, ഒന്ന് പുറം ജാതികളെ ക്രിസ്തു മതത്തിലേക്ക് ചേരുക. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും, മുക്കുവന്മാരെയും പരവന്മാരെയും അതുപോലെ സമൂഹത്തിലുള്ള മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും റോമാ മതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുക എന്നും
രണ്ട്, ആ ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക സഭയുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ റോമൻ കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് മുഴുവൻ മറ്റ് വിവിധ ജാതികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ ഒരു മിക്സഡ് സമൂഹമാണ് റോമൻ കത്തോലിക്ക സഭയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ച ചില ആളുകളുണ്ട്. ഒന്ന്, ഫ്രാൻസിസ് സേവ്യർ. AD 1506 മുതൽ 1552 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഫ്രാൻസിസ് സേവ്യർ. 16-ാം ശതാബ്ദത്തിൽ ക്രിസ്തുമതം പ്രസംഗിക്കുന്നതിനായി ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫ്രാൻസിസ് സേവ്യർ മറ്റു പലരിൽ നിന്നും പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഉത്കൃഷ്ട വംശജനും ജെസ്യൂട്ട് സംഘസ്ഥാപകനുമായ ഇഗ്നേഷ്യസ് ലയോളയുടെ സ്നേഹിതനും ആത്മപരിത്യാഗം, മതതീഷ്ണത, സ്ഥിരോത്സാഹം, ദൈവഭക്തി എന്നീ ഗുണങ്ങളുടെ ഒരു വിളനിലമായിരുന്നു ഫ്രാൻസിസ് സേവ്യർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AD 1542 പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായ ഗോവയിലെത്തി. ഇന്ത്യയിൽ ചെലവഴിച്ച 4.5 വർഷം ഉൾപ്പെടെ 10 വർഷം മാത്രമേ ഒരു മിഷണറിയായി വേല ചെയ്യുന്നതിന് ഇദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. AD 1552 ചൈനയ്ക്കടുത്തുള്ള ഒരു ദ്വീപിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇന്ത്യ, ഇൻഡോ ചൈന, ജപ്പാൻ, ചൈന ആദിയായ ഏഷ്യയിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ഇദ്ദേഹം സഞ്ചരിച്ചു. അത്ഭുതകരമായ വിധത്തിൽ മിഷണറി വേല നടത്തി അനേകായിരം പുറം ജാതികളെ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തു. ഇന്ത്യയിൽ ഇദ്ദേഹം മുഖ്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് കൊല്ലം മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ രാമനാട്ടുകര വരെയുള്ള കടൽ തീരത്തെ പരവന്മാരുടെയും മുക്കുവന്മാരുടെയും ഇടയിലാണ്. തിരുവിതാംകൂറിൽ വെച്ച് ഒരു മാസത്തിൽ അദ്ദേഹം 10,000 ജനങ്ങളെ ഈ ക്രിസ്തീയ മാർഗത്തിലേക്ക് ചേർത്തതായി ഒരു എഴുത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് സേവ്യർ മാർഗം ചേർത്തവരുടെ സന്താനങ്ങളാണ് ഇപ്പോൾ ലത്തീൻ കത്തോലിക്കർ എന്ന് അറിയപ്പെടുന്ന വിഭാഗം. അപ്പം മുക്കുവന്മാരും പരവന്മാരുമായിട്ടുള്ള ആളുകളാണ് ഈ റോമൻ കത്തോലിക്ക സഭയുടെ ഇതിലേക്ക് ചേരുന്നത്. അവരുടെ സന്താന പരമ്പരകളെ പിന്നീട് ലത്തീൻ കത്തോലിക്കർ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേവലം ഒരു മിഷണറിയായിട്ട് മാത്രമല്ല, പൗരസ്ത്യ ദേശങ്ങളിലെ ജെസ്യൂട്ട് മിഷൻ ഡയറക്ടർ എന്ന നിലയിലും സുസ്ഥിരമായ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പ്രയത്നഫലം കൊണ്ട് ഏറെക്കുറെ ഒരുപാട് ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഇതാണ് ഫ്രാൻസിസ് സേവ്യറുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ക്രിസ്തുമത പ്രചാരണത്തിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന നയം കാര്യക്ഷമതയ്ക്ക് ഉപയുക്തമായ ഒന്നല്ലായിരുന്നു എന്ന് ആധുനിക ലോകം വിധിച്ചിട്ടുണ്ട് പറയുന്നുണ്ടെങ്കിലും എത്രയും കൂടുതൽ ജനങ്ങളെ സഭയിൽ ചേർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരിടത്ത് സ്ഥിരമായി താമസിച്ച് സ്നാനമേൽക്കുന്നവരുടെ അഭ്യാസനം, ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള വളർച്ച ഇവയെല്ലാം അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമായി അദ്ദേഹം ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പ്രയത്നിച്ചത് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, വിഗ്രഹം ഉണ്ടാക്കുന്നവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരം പോർച്ചുഗീസിലെ രാജാവിനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു വാങ്ങി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കത്തോലിക്ക സഭയിലെ ഇപ്പോൾ ഒരുപാട് വിഗ്രഹാരാധനയുണ്ട്, വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ ഫ്രാൻസിസ് സേവ്യർ വിഗ്രഹാരാധനയെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന് അദ്ദേഹം വിഗ്രഹമുണ്ടാക്കുന്നവരുടെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരം പോർച്ചുഗീസിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വാങ്ങി. AD 1545 പോർച്ചുഗീസിൻ്റെ ഫ്രാൻസിസ് സേവ്യർ പോർച്ചുഗീസിലെ രാജാവിൻ്റെ പേർക്ക് എഴുതി അയച്ച അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ നയത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. പോർച്ചുഗീസിൽ നിന്ന് ഇന്ത്യയിലെ ഭരണകർത്താക്കളായി അയക്കപ്പെടുന്ന ഗവർണർമാരും വൈസ്രോയിമാരും തങ്ങളുടെ ഭരണകാലത്ത് സ്വാധീനം ഉപയോഗിച്ച് മതപ്രചരണം നടത്താതിരിക്കുന്ന പക്ഷം തിരികെ സ്വദേശത്തേക്ക് എത്തുന്ന ഉടനെ അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കണം എന്നും ഇദ്ദേഹം രാജാവിനെ എഴുതിയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്താണ്, ഇവിടെ പോർച്ചുഗീസിൽ നിന്ന് വരുന്ന ഗവർണർമാരും വൈസ്രോയിമാരൊക്കെ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തണം. അങ്ങനെ മതപരിവർത്തനം നടത്താത്തവരെ അവരുടെ സ്വദേശത്തേക്ക് തിരികെ വിളിക്കുകയും അവിടെ അവരെ കാരാഗൃഹത്തിൽ അടച്ചു പൂട്ടണമെന്നായിരുന്നു രാജാവിൻ്റെ കൽപ്പന. ഇങ്ങനെയുള്ള ലൗകിക സമ്പ്രദായങ്ങളും നയങ്ങളും ഉപയോഗിച്ചതിൻ്റെ ശിക്ഷയായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ വേലയുടെ ഫലം കാലാന്തരത്തിൽ തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മിഷണറി ജീവിതത്തിൽ നേരിട്ട കഷ്ടപ്പാടുകളെക്കുറിച്ച് ഫ്രാൻസിസ് സേവ്യർ എഴുതിയിട്ടുണ്ട്.
ഇദ്ദേഹത്തിൻ്റെ ത്യാഗബുദ്ധിയും ക്രിസ്തുഭക്തിയും ഒരുപോലെ പ്രകടമാണ്. ദൈവത്തിനു വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുകൾ വലിയ ആശ്വാസങ്ങളായും സ്വർഗീയ സന്തോഷങ്ങളുടെ ഉറവിയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ കഷ്ടത നിറഞ്ഞ ജീവിതത്തെ സൗഭാഗ്യമായും കുരിശില്ലാത്ത ജീവിതത്തെ മരണസമമായും കരുതണമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മാധുര്യത്തെ ആസ്വദിച്ച ശേഷം തന്നെ കൂടാതെ ജീവിക്കുന്നതിൽ പരമായി ഒരു ദുസ്സഹമായ മരണം എന്താണ് ഉള്ളതെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ദിനം പ്രതി മരിച്ചുകൊണ്ട് ജീവിക്കുക, സ്വന്തം ഇഷ്ടത്തെ നിത്യം ചവിട്ടിക്കൊല്ലുക, നമ്മുടെ കാര്യങ്ങളല്ല യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യം. അതായിരുന്നു. അടുത്തത് റോബർട്ട് ഡി നോബിളി എന്ന ഒരു വ്യക്തിയാണ്. ഫ്രാൻസിസ് സേവ്യറുടെ പിൻഗാമിയായ റോബർട്ട് ഡി നോബിളി കത്തോലിക്ക മിഷണറിമാരുടെ കൂട്ടത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. AD 1605 ഇന്ത്യയിലെത്തി മധുരയിലും പരിസര പ്രദേശങ്ങളിലും അതിതീഷ്ണതയോടുകൂടി മതപ്രചരണം നടത്തിയ നോബിളി മിഷണറി വേലയിൽ ഒരു പുതിയ ആദർശത്തോടുകൂടി പ്രവർത്തിച്ച നിമിത്തമാണ് അനന്തരകാലങ്ങളിൽ പ്രത്യേകം ഒരു പ്രശംസ ഇദ്ദേഹം അർഹിക്കുന്നുണ്ട്. ബ്രാഹ്മണരുടെ ഇടയിൽ സഫലമായി പ്രവർത്തിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം തൻ്റെ ഭവനം ഒരു ബ്രാഹ്മണ മഠമാക്കി മാറ്റി. കാഷായ വസ്ത്രം, പൂണൂൽ, നെറ്റിപ്പട്ട ആദിയായവ ധരിക്കുകയും സസ്യഭക്ഷണം മാത്രം ഉപയോഗിക്കുകയും ചെയ്തു വന്നു. മാത്രമല്ല ബ്രാഹ്മണരെ പോലെ താണജാതികളെ അകറ്റി നിർത്തുകയും അദ്ദേഹം സ്ഥാപിച്ച പള്ളികളിൽ അവർക്ക് പ്രവേശനം നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. റോമാ നഗരത്തിൽ നിന്ന് വന്ന ഒരു രാജാവാണെന്നും ചിലപ്പോൾ ഒരു ക്ഷത്രിയനാണെന്നും ഒരു പുതിയ വേദം ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിനായി അയക്കപ്പെട്ട ഒരു ദൂതനാണെന്നും തന്നെക്കുറിച്ച് താൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് സേവ്യറുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് റോബർട്ട് ഡി നോബിളിയുടെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം ബ്രാഹ്മണരോടാണ് സുവിശേഷം പറഞ്ഞത്, താഴ്ന്ന ജാതിക്കാരെ അകറ്റി നിർത്തി. എന്നാൽ ഫ്രാൻസിസ് സേവ്യർ ചെയ്തത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു. എന്നാൽ ഈ റോബർട്ട് നോബിളി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ബ്രാഹ്മണരെ പോലെ ജീവിക്കാൻ ഉത്സാഹിച്ചു. റോമിൽ നിന്ന് വന്ന താൻ ഒരു രാജാവാണെന്നും ബ്രാഹ്മണരെ വേദഗ്രന്ഥം പഠിപ്പിക്കാനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ള അദ്ദേഹം പ്രസംഗിച്ചു. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം മൂലം സഭയിൽ ചേർന്ന പുതു ക്രിസ്ത്യാനികൾ കുടിമ, അതായത് ഈ ബ്രാഹ്മണന്മാർ ഈ തലയിൽ വയ്ക്കുന്ന കുടിമ മുടി വെച്ചുകൊള്ളാനും പൂണൂൽ ധരിക്കുന്നതിനും നെറ്റിപ്പട്ട ആദിയായ അവരുടെ ജാതീയ ചിഹ്നങ്ങൾ അണിയുന്നതിനും പാപ്പ തന്നെ ഒരു പ്രത്യേക കൽപ്പന മൂലം അനുവദിച്ചിരുന്നു എന്നുള്ളതും വളരെ പ്രസ്താവയോഗ്യമാണ്. 50 ദീർഘവർഷങ്ങൾ മേൽ കാണിച്ച വിധത്തിൽ റോമാ സഭയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ശേഷം റോബർട്ട് ഡി നോബിളി 1656 മൈലാപ്പൂരിൽ വെച്ച് അന്തരിച്ചു. നോബിളിയുടെ ജെസ്യൂട്ട് സമ്പ്രദായങ്ങൾ വിസ്മരിച്ചുകൂടാ, വിമർശിക്കപ്പെട്ടിട്ടോ കാര്യമില്ല, നമ്മൾ വിമർശിച്ചിട്ടോ കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും പ്രായോഗികതകൾക്കും ഒരു നല്ല വശമുണ്ടായിരുന്നു എന്ന് ഈ ഗ്രന്ഥകർത്താവ് അഭിപ്രായപ്പെടുന്നു. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദനായി എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്ന ആദർശം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവരും സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇവിടെ നമ്മൾ വിസ്തരിക്കേണ്ടതായ ആവശ്യമില്ല. പക്ഷേ ആദർശം പ്രായോഗത്തിൽ വരുത്തുമ്പോൾ നോബിളിക്ക് പറ്റിയ അബദ്ധങ്ങൾ നമുക്ക് വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ക്രിസ്ത്യാനികളെ ഉയർന്ന ജാതികളാണെന്നും താഴ്ന്ന ജാതികളാണെന്നും രണ്ടായി തിരിച്ച് പ്രത്യേകം ദേവാലയങ്ങൾ അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചു കൊടുക്കുകയും ജാതി സ്പർശയും കുലശ്രേഷ്ഠതയും നിന്ന് ജനിക്കുന്ന നികളവും തിന്മകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഇദ്ദേഹം അങ്ങനെ രണ്ട് തട്ടിലായിട്ട് ആളുകളെ തിരിച്ചു എന്നുള്ളതാണ് വളരെയധികം ഖേദകരമായ കാര്യം. ഇനി അടുത്തത് ഫാദർ ബ്രിട്ടോയും ഫാദർ ബെസ്കി. നോബിളിയുടെ പിൻഗാമിയായി മധുര മിഷനിൽ പ്രവർത്തിച്ച ഫാദർ ജോൺ ഡി ബ്രിട്ടോ റോമാ സഭയിലെ ഒരു പുണ്യവാളനും സാർവത്രികമായ ക്രിസ്തു സഭയിലെ മിഷണറി വീരന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഒരു പോർച്ചുഗീസ് പ്രഭു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ബ്രിട്ടോ ഇന്ത്യയിൽ ഒരു മിഷണറിയായി തീരണമെന്ന ആഗ്രഹത്തോടു കൂടി AD 1662 16ാമത്തെ വയസ്സിൽ ജെസ്യൂട്ട് സമൂഹത്തിൽ ചേർന്നു. 11 വർഷത്തെ പരിശീലനത്തിന് ശേഷം മധുരയിലെത്തി. പ്രയാസങ്ങളും പീഡനങ്ങളും നിറഞ്ഞ 20 വർഷക്കാലത്തെ മിഷണറി ശുശ്രൂഷയുടെ ഫലമായി
അനേകം കുലീന ഹിന്ദുക്കളെ ഇദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നു. AD 1693 ഫെബ്രുവരി 4 രക്തസാക്ഷിയായി മരണമടഞ്ഞു. അദ്ദേഹം മരണപ്പെടുക രക്തസാക്ഷിയാണ്. കൈകാലുകൾ ബന്ധിച്ച് മരത്തിൽ കെട്ടി തൂക്കിയിട്ട് ആട്ടുക, വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കുക, കാരാഗരത്തിൽ ഇട്ടടയ്ക്കുക ഇത്യാദി പല പീഡനങ്ങളും അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഇത്രയും പീഡനങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. മൃതദേഹത്തിൻ്റെ കണ്ടുകിട്ടിയ ഭാഗങ്ങൾ ഗോവയിൽ ഫ്രാൻസിസ് സേവ്യറുടെ കല്ലറയ്ക്കടുത്ത് സംസ്കരിച്ചിരിക്കുന്നു. മിഷണറി ചൈതന്യം ബ്രിട്ടയുടെ ഉള്ളിൽ എപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം രാജ്യത്ത് തന്നെ ജീവിച്ച് സഭയെ സഹായിച്ചാൽ മതിയാകും എന്ന് മാർപ്പാപ്പ പോർച്ചുഗീസിലെ രാജാവ് ആദിയായ മഹത് സാനികൾ ചെറുപ്പകാലത്ത് തന്നെ ഗുണദോഷിച്ചിട്ടപ്പോൾ ബ്രിട്ടോ അവർക്ക് കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. ദൈവം എന്നെ വിളിക്കുന്നിടത്ത് ഞാൻ പോകുന്നു. ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ മനുഷ്യാലോചനയ്ക്ക് ചെവി കൊടുക്കുന്നത് ശരിയല്ല. ഇന്ത്യയിലേക്ക് പോകുന്നത് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയായിരിക്കാം. ഇതുപോലെ തന്നെ ഹിന്ദുക്കളുടെ രക്ഷയ്ക്കായി എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് പകലും രാവും ഞാൻ കത്തി എരിയുന്നു എന്ന് ബ്രിട്ടോ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു എളുപ്പ വഴി ഇന്ത്യയിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ക്രിസ്തുവിന് വേണ്ടി മരണപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശം. ഡി ബ്രിട്ടയുടെ കാലശേഷം AD 1707 ഫാദർ ജോസഫ് ബസ്കി എന്ന ഇറ്റാലിയൻ മിഷണറി മധുരയിലെത്തി. ഡി നോബിലിയെപ്പോലെ ബ്രാഹ്മണ വേഷവും ഭാവവും സ്വീകരിച്ചു. മത പ്രചരണ വേല നടത്തി വന്നു. വെല്ലൂരിലെ നവാബായ ചാണ്ടി സാഹിബ് ഇദ്ദേഹത്തിൻ്റെ തമിഴ് ഭാഷാ പാണ്ഡിത്യത്തെ അഭിനന്ദിച്ച് ഒരു ഉയർന്ന ഉദ്യോഗത്തിൽ നിയമിക്കുകയും തൃശ്ശിനാപ്പള്ളിയിലെ 4 ഗ്രാമങ്ങൾ ദാനമായി കൊടുക്കുകയും ചെയ്തു. ഫാദർ ബെസ്കി മധുര വിഷൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ AD 1743 ഫാദർ ബെസ്കി അന്തരിച്ചു. റോമാ സഭയിലുള്ള മറ്റ് ഇതര മിഷണറി പ്രവർത്തനങ്ങൾ ശൗര്യാരും അതായത് ഫ്രാൻസിസ് സേവ്യറും നോബിളിയും ചേർന്ന് നിന്ന് മധുര മിഷൻ ജെസ്യൂട്ട് സമൂഹത്തിനൊരു പ്രധാന പ്രവർത്തന രംഗമായിരുന്നു. എന്നാൽ ജെസ്യൂട്ടുകാരുടെ വരവിന് മുമ്പ് തന്നെ ഫ്രാൻസിസ്കൻ സമൂഹക്കാരും AD 1548 മുതൽ ഡൊമിനിക്കൻ സമൂഹക്കാരും ഇന്ത്യയിലെ പശ്ചിമ ദക്ഷിണ തീരത്തുള്ള പോർച്ചുഗീസ് സങ്കേതമായ ഗോവ, DU, ബെസീൽ, കൊച്ചി, നാഗപട്ടണം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി മതപ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. 17-ാം ശതകത്തിൻ്റെ ആദ്യത്തെ 30 വർഷക്കാലം ബംഗാളിൽ ഹൂഗ്ലി പട്ടണം തലസ്ഥാനമാക്കിയിരുന്ന അഗസ്റ്റീനിയൻ സമൂഹക്കാരുടെ മേൽനോട്ടത്തിൽ ഒറീസ മുതൽ ചിറ്റോങ് വരെയുള്ള സമുദ്ര തീരത്ത് പല വലിയ ഇടവകൾ ഉൾപ്പെട്ടിരുന്നു. പാട്നയിലും മറ്റ് സ്ഥലങ്ങളിലും ചന്ദർ നഗറിലും സ്ഥാനമുറപ്പിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ സന്യാസി സമൂഹം ഉണ്ടായിരുന്നു. AD 1707 നേപ്പാൾ, ടിബറ്റ് എന്നീ വിദൂര രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഇവർക്ക് സാധിച്ചു. AD 1580 മഹാനായ അക്ബർ ചക്രവർത്തി ചില ജെസ്യൂട്ട് മിഷണറിമാരെ കൊട്ടാരത്തിൽ പാർപ്പിച്ച് അവരിൽ നിന്നും ക്രിസ്തുമത തത്വങ്ങൾ ഗ്രഹിച്ചതായും ചരിത്രം ഘോഷിക്കുന്നു. അക്ബറിന് ഒരു ക്രിസ്ത്യൻ ഭാര്യ പോലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 17-ാം ശതാബ്ദത്തിൻ്റെ മധ്യകാലത്ത് പോർച്ചുഗീസുകാർക്കും അവരെ ആശ്രയിച്ച് നിന്നിരുന്ന കത്തോലിക്ക മിഷണർമാർക്കും ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയും. ക്ലമന്ത് 14 പാപ്പ AD 1759 പോർച്ചുഗലിൽ നിന്നും 1762 ഫ്രാൻസിൽ നിന്നും 1773 മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നും ജെസ്യൂട്ട് സംഘത്തെ ബഹിഷ്കരിച്ചപ്പോൾ അവരുടെ മിഷണറി വേലകൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. ഇനി സുറിയാനിക്കാരും റോമാക്കാരും തമ്മിലുള്ള സമരം. പുറംജാതികളെ ക്രിസ്തുമതത്തിൽ ചേർക്കുന്നതിന് ഫ്രാൻസിസ് സേവ്യറും നോബിളിയും മറ്റനേക മിഷണറിമാരും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മലങ്കരയിലുണ്ടായിരുന്ന സുറിയാനിക്കാരെ റോമാ സഭയിൽ ചേർക്കുന്നതിന് 16-17 ശതാബ്ദങ്ങളിൽ കത്തോലിക്കരായ പോർച്ചുഗീസുകാർ അതായത് പറങ്കികൾ പ്രയത്നിച്ചിട്ടുണ്ട്. അതായത് മലങ്കരയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി
ഇവർ വളരെയധികം പ്രവർത്തിച്ചു. വാസ്കോഡ ഗാമ AD 1498 മെയ് 20 കോഴിക്കോട്ടെത്തി. കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊല്ലം മുതലായ തുറമുഖ പട്ടണങ്ങളെ പാർത്തിരുന്ന നാട്ടു ക്രിസ്ത്യാനികളോട് റോമൻ കത്തോലിക്ക സഭയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു. AD 1550 മലയാള ദേശത്ത് പോർച്ചുഗീസുകാർ അവരുടെ വേര് ശക്തമായി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരവരുടെ ശക്തമായ ആക്രമണം ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് നേരെ എടുക്കുവാനായിട്ടിടയായി തീർന്നു. അവരുടെ വാളിൻ്റെയും പണത്തിൻ്റെയും ശക്തി കൊണ്ട് അവർ റോമൻ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിലേക്ക് സുറിയാനി ക്രിസ്ത്യാനികളെ കൊണ്ടുവരാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സുറിയാനിക്കാരെ റോമൻ സഭയിലേക്ക് തിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി AD 1546 ഫ്രാൻസിസ്കൻ സമൂഹക്കാർ കൊടുങ്ങല്ലൂർ ഒരു വൈദികശാല ഏർപ്പെടുത്തി. ഈ സ്ഥാപനം മൂലമുള്ള വേല വിജയപ്രദമല്ലെന്ന് ബോധ്യമായപ്പോൾ ജസ്യൂട്ട് സമൂഹം AD 1587 വൈപ്പിൻ കോട്ട എന്ന സ്ഥലത്ത് സുറിയാനി ഭാഷ പഠിപ്പിക്കുന്നതിനും മറ്റുമായി ഒരു കോളേജ് സ്ഥാപിച്ചു. 1579 കൊച്ചിയിൽ ഒരു അച്ചുകൂടം ഏർപ്പെടുത്തി റോമാ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി പരിശ്രമിച്ചു തുടങ്ങി. ഒരു മെത്രാനടക്കം 1557 തന്നെ 1557 നമുക്ക് അവിടെ ഒരു മെത്രാൻ സംഘം ഉണ്ടായിരുന്നതായും അവിടെ ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആചാര്യ മര്യാദകളിലും വിശ്വാസോപദേശങ്ങളിലും റോമാക്കാരും സുറിയാനിക്കാരും തമ്മിൽ ഗണ്യമായ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. സുറിയാനിക്കാരുടെ വേദപുസ്തകം തന്നെ റോമാക്കാരുടെ ലത്തീൻ ബൈബിളിൽ നിന്ന് വ്യത്യാസപ്പെട്ടത് ഒന്നായിരുന്നു. റോമാക്കാരെ പോലെ പരിശുദ്ധന്മാരെ വന്ദിക്കുക, പട്ടക്കാരോട് പാപമേറ്റു പറയുക, സ്ഥിരീകരണം, അന്ത്യകൂദാശ, സന്യാസവ്രതം, പട്ടക്കാർ വിവാഹം കഴിക്കരുതെന്നുള്ള നിർബന്ധം ആദിയായവ സുറിയാനിക്കാരുടെ ഇടയിൽ നടപ്പില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോമാക്കാരെ പോലെ പരിശുദ്ധന്മാരെ വന്ദിക്കുന്ന ഒരു സ്വഭാവം ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്കില്ലായിരുന്നു. പട്ടക്കാരോട് പാപമേറ്റു പറയുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു, സ്ഥിരീകരണമില്ലായിരുന്നു, അന്ത്യകൂദാശയില്ലായിരുന്നു, സന്യാസി വ്രതമില്ലായിരുന്നു, പട്ടക്കാർ വിവാഹം കഴിക്കരുതെന്നുള്ള നിർബന്ധമില്ലായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇത് റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിലേക്ക് വന്നപ്പോഴാണ് ഇതെല്ലാം കടന്നു വരാനായിട്ടിടയുന്നത്. ആവശ്യപ്പെട്ടാൽ ബലം പ്രയോഗിച്ച് സുറിയാനിക്കാരെ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ അധികാരത്തിൽ, അതായത് പാപ്പയുടെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് പാപ്പയായ ക്ലെമന്ത് എട്ടാമനിൽ നിന്ന് അവകാശപത്രങ്ങൾ എഴുതി വാങ്ങി. ഗോവയിലെ ആർച്ച് ബിഷപ്പായും ഇന്ത്യയിലെ മെത്രാപ്പോലിത്തയായി നിയമിക്കപ്പെട്ട ഊർജ്ജസ്വലനും ചാണക്യബുദ്ധിയും ധീരപുരുഷനുമായ അലക്സിയോ ഡി മെനസിസ് AD 1599 ജനുവരി മാസം 26 കൊച്ചിയിൽ വന്നു ചേർന്നു. അധികാരപത്രമായിട്ടാണ് വന്നത്. മലങ്കരയിലുള്ള സുറിയാനിക്കാരെ എല്ലാം കൂടെ റോമൻ കത്തോലിക്ക സഭയുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന്, ക്ലെമന്ത് എട്ടാമൻ മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിയാണ് ഈ അലക്സിഡിയോ ഡി മെനസിസ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ക്രൈസ്തവേതര ചരിത്രകാരനായ മിസ്റ്റർ KN പണിക്കർ മലങ്കരയും പോർച്ചുഗീസുകാരും എന്ന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അഭിപ്രായം ശ്രദ്ധേയമാണ്. രാഷ്ട്രീയമായും സഭാസംബന്ധമായും വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് എല്ലാ വിധത്തിലും പറ്റിയ ഒരു ഏജൻ്റായിരുന്നു ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിയോ ഡി മെനസിസ്. അദ്ദേഹത്തിന് റോമാ സഭയ്ക്ക് ലഭിച്ചു. ഒരു ഉയർന്ന പ്രഭു കുടുംബത്തിൽ ജാതനാകുകയും രാജാക്കന്മാരോടും ബന്ധപ്പെട്ടിരിക്കുകയും നിമിത്തം ഗവൺമെൻറ്റുകളിലെ സ്വാധീനിക്കാനുള്ള കഴിവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സമയത്ത് സുറിയാനിക്കാരുടെ നായകൻ ഗീവർഗീസ് അർക്കദിയോക്കൻ ഈ സമയത്ത് സുറിയാനിക്കാരുടെ നേതാവ് ഇദ്ദേഹമായിരുന്നു. സുറിയാനിക്കാർ പൊതുവെ മെനസിസിനോട് ധീരം പോരാടി നിന്നു, ശക്തമായി എതിർത്ത് നിന്നു. പക്ഷേ അങ്കമാലിയിൽ വെച്ചു കൂടിയ ഒരു സുനകദോസിൽ റോമാ സഭയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ പാപ്പയുടെ അധികാരം സമ്മതിച്ചു കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് സുറിയാനി സഭ ഐക്യകണ്ഠേന ഒരു തീരുമാനം പാസാക്കി. എന്നാൽ മെനസിസ് ഇതൊന്നും വകവച്ചില്ല. കൊച്ചിയിലെ രാജാവിനെ ഭീഷണി നിമിത്തം തൻ്റെ വശത്താക്കി ഗീവർഗീസ്
അർക്കദിയോക്കനെ അറസ്റ്റ് ചെയ്യിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അതിനുശേഷം രാജാവിൻ്റെ അനുവാദം വാങ്ങി പള്ളികൾ തോറും കടന്നുപോയി നിർബന്ധിതമായി സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി പള്ളികൾ പോലും നടന്ന് ഭീഷണിപ്പെടുത്തുകയും വശീകരണത്തിൻ്റെ വാക്കുകൾ പറയും, സമ്മാനങ്ങൾ കൊടുക്കുകയും പണം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. AD 1599 കൊല്ലവർഷം 774 മിഥുനം 21 അല്ലേസ് പറങ്കി മെത്രാനും അർക്കദിയോക്കനും കൂടെ ചരിത്രപ്രസിദ്ധമായ ഒരു ഉദയം പേരൂർ സുനകദോസ് വിളിച്ചുകൂട്ടി. 153 കത്തനാരന്മാരും 660 അൽമായ പ്രതിപുരുഷന്മാരും ഹാജരായിരുന്നു. മെനസീസിൻ്റെ ഇഷ്ടപ്രകാരം അനുസരിച്ച് സുനകദോസ് മെനസീസിൻ്റെ അഭിപ്രായപ്രകാരം തീരുമാനമെടുത്തു എന്ന് പറയാം. അങ്ങനെ മലയാളത്തിലുള്ള സുറിയാനി ക്രിസ്ത്യാനി സഭ റോമൻ കത്തോലിക്ക മതത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ വിഗ്രഹാരാധനയുടെ കീഴിലേക്ക് പോയി. അങ്ങനെയാണ് സത്യവിശ്വാസം റോമൻ കത്തോലിക്ക സഭ കൈയടക്കിയത്. ഇതാണ് ചരിത്രം. സുറിയാനി സഭയുടെ ഉപദേശങ്ങളും ആചാരങ്ങളും റോമാ സാമ്രാജ്യത്തിലേക്കാക്കി പാപ്പയുടെ മുഖം മലങ്കര സഭയുടെ കഴുത്തിൽ പറങ്കി മെത്രാൻ കെട്ടിവെച്ചു. ഉദയംപേർ സുനകദോസിൻ്റെ ചരിത്രം മിസ്റ്റർ EM ഫിലിപ്പോസിൻ്റെ മുൻ ഉദ്ധരിച്ച പുസ്തകത്തിലും മിസ്റ്റർ KN ദാനിയലിൻ്റെ മലങ്കര സഭാചരിത്രവും ഉപദേശങ്ങളും എന്ന ഗ്രന്ഥത്തിലും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇട്ടൂപ്പ് റൈറ്ററുടെ സഭാചരിത്രം വായിച്ചാലും റോമ മത പ്രചരണ സമ്പ്രദായങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു അറിവ് ലഭിക്കുന്നതാണ്. സുറിയാനി സഭയുടെ അനേകം വിലപിടിപ്പുള്ള പുരാതനമായ ചരിത്രങ്ങളും റെക്കോർഡുകളും എഴുത്തുകളും ലിഖിതങ്ങളും ഇതെല്ലാം ഈ മെനിസിസിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ റോമൻ കത്തോലിക്ക സഭ വലിയൊരു വൃത്തികേട് ഈ കേരളത്തിലുള്ള മലങ്കര ക്രിസ്ത്യാനികളോട് സുറിയാനി ക്രിസ്ത്യാനികളോട് ചെയ്തു. ഉദയംപോരിൽ സുനകദോസിൽ വെച്ച് ഉണ്ടായ തീരുമാനം 54 വർഷക്കാലം മലങ്കര സഭ റോമാ മെത്രാന്മാരുടെ ഭരണത്തിലായിത്തീർന്നു. യൂറോപ്പിലെ വേറൊരു ശക്തിയായ ഡച്ചുകാർ AD 1661 കൊല്ലം പട്ടണവും കൊടുങ്ങല്ലൂർ പട്ടണവും 1663 കൊച്ചിയിലെ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തതോടുകൂടി ഉണ്ടോ ഡച്ചുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാർ ഒതുങ്ങി. ഡച്ചുകാരുടെ വരവോടുകൂടി ഒതുങ്ങുകയും ഡച്ചുകാരുടെ സ്വാധീനം ഇവിടെ ബലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു ചെറിയ ഒരു ആശ്വാസം ലഭിക്കുന്നത്. മലങ്കരയിൽ റോമൻ കത്തോലിക്കരുടെ ശക്തി ക്ഷയിച്ചു. സഭയുടെ സ്വാതന്ത്ര്യമാകുന്ന ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റ് മതാനുസാരികളായിരുന്നുവെന്നും നിമിത്തം ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റുകാരും പോർച്ചുഗീസുകാർ കത്തോലിക്കരുമായിരുന്നു. അതുകൊണ്ട് ഡച്ചുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാർ ഒതുങ്ങി. ഇതിനിടയിൽ AD 1653 നെസ്തോറിയൻ പാത്രിയാർക്കീസ് മലങ്കര മെത്രാനായി അയച്ച ഒരാളിനെ പറങ്കികൾ പിടിച്ച്, അതായത് പോർച്ചുഗീസുകാർ പിടിച്ച് ഗോവയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ദഹിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയും നാട്ടിൽ പരക്കുവാനായിട്ടിടയായി തീർന്നു. ഇതിൻ്റെ വാശിമൂത്ത് എന്തു വന്നാലും വേണ്ടില്ല, ഈ റോമൻ കത്തോലിക്ക സഭ എന്ന ഈ കള്ളനാണയത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഈ വിഗ്രഹാരാധനയുടെയും അധാർമികതയുടെയും കൂമ്പാരമായ ഈ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ ഞങ്ങളിനി ജീവിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ ഫലം കൂനംകുരിശ് സത്യപ്രതിജ്ഞ എന്നുള്ള കൂനംകുരിശ് സമരം സത്യപ്രതിജ്ഞ എന്നുള്ള ഒരു കാര്യമുണ്ടായി. അങ്ങനെ ഇതൊക്കെ കണ്ട് ബോധിച്ചാറെ സുറിയാനിക്കാർ അശേഷവും മട്ടാഞ്ചേരി പള്ളിയിലും കമ്പോളത്തിലുമായി സ്വരൂപിച്ച് കൂടിയ ശുദ്ധ പാത്രിയാർക്കിസിനെയും ഒട്ടും സംശയവും ദൈവഭയവും കൂടാതെ അറുകൊല ചെയ്ത ഈ പറങ്കികളോട് ഇനി നാം ചേരരുത് എന്നും നമ്മുടെ അനന്തരാവകാശികളൊന്നും ഈ റോമൻ കത്തോലിക്ക സഭ എന്ന ഈ വ്യാജമതത്തിൽ നിൽക്കരുത് എന്നും തീരുമാനിച്ചു. അങ്ങനെ മാർ ഇഗ്നാത്യോസ് പാത്രിയാർക്കിസ് ബാബയുടെ നേതൃത്വത്തിൽ
തോമ റോമൻ കത്തോലിക്ക സഭയുടെ ആചാരത്തിന് കീഴിൽ ഇനി നിൽക്കുകയില്ല എന്നവർ തീരുമാനിക്കുകയും മാർ ഇഗ്നാത്യോസ് പാത്രിയാർക്കിസ് വാവയുടെ സ്തോത്തിക്കൻ പ്രകാരം തോമ അർക്കദയാക്കയെ എപ്പിസ്കോപ്പയായി വാഴിക്കുകയും നമ്മുടെ പുരാതനമായുള്ള വിശ്വാസങ്ങളും കറകൂടാതെയുള്ള വിശ്വാസങ്ങളും അതിനിയും നമ്മൾ ശക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ ഏക മനസ്സോടും ദൈവത്തിൽ ആശ്രയിക്കപ്പെട്ട് AD 1653 അതായത് മകരമാസം 3-ാം തീയതി വെള്ളിയാഴ്ച മട്ടാഞ്ചേരി കൂനൻ കുരിശെങ്കിൽ അവിടെ ആ മട്ടാഞ്ചേരി പള്ളിയുടെ കുരിശയിൽ അവർ വലിയൊരു വടം കെട്ടി എന്ന് പറഞ്ഞാൽ ആലാത്ത് കെട്ടി അവിടെ ആ വടത്തിൽ കൈവച്ച് 25,000 പേര് ഏകസ്വരത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ റോമൻ കത്തോലിക്ക സഭ എന്ന ഈ അന്ധകാരത്തിൻ്റെ കീഴിൽ ഞങ്ങൾ നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസവും സഭയും ഉപേക്ഷിച്ചു. അതിനാണ് കൂനം കുരിശ് സത്യം എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ കാലമെന്ന് വിളിക്കപ്പെടാവുന്ന AD 1663 മുതൽ 1759 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലങ്കരയുള്ള റോമാസഭയുടെ ചരിത്രം ചുരുക്കി വിവരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളം ഡച്ചുകാർ കരസ്ഥമാക്കിയതോടെ പറങ്കികൾ ആ സകലം രാജ്യം വിട്ടു പോയിക്കൊള്ളണമെന്ന് ഗവർണർ ആജ്ഞാപിച്ച നിമിത്തം കെട്ടും ഭാണ്ഡവുമായി സകല പറങ്കി മിഷണറിമാരും സ്ഥലം വിടുന്നതിനിടയായി. കുറേ കാലം കഴിഞ്ഞ ശേഷം കർമ്മലീത്തർ എന്നൊരു സന്യാസ സമൂഹം മാത്രം എങ്ങനെയോ ഗവൺമെൻറ്റിൻ്റെ പ്രീതി സമ്പാദിച്ച് ഇവിടെ വാരാപ്പുഴ എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് വേല ചെയ്തു വന്നു. കാലക്രമേണ ഒരിക്കൽ ബഹിഷ്കരിക്കപ്പെട്ട ജെസ്യൂട്ട് സമൂഹക്കാരും വീണ്ടും മലങ്കരയിലെത്തി അമ്പലക്കാട്ട് ഒരു സെമിനാരി സ്ഥാപിച്ചു. കർമ്മലീത്തനുമായി മലങ്കര സഭയിലെ അവകാശങ്ങൾക്കായി വാദിച്ചു തുടങ്ങി. 75 വർഷക്കാലത്തോളം ഈ മത്സരം നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ പാപ്പയുടെ ആജ്ഞയാൽ ജെസ്യൂട്ടുകാർക്ക് സ്ഥലം വിടേണ്ടി വന്നു. കർമ്മലീത്ത സന്യാസിമാർ ഇന്നും കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായും ആധ്യാത്മിക വിഷയമായും പ്രസ്തുത സമൂഹക്കാർ അഭിനന്ദനീയമായ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റോമാ സഭാംഗങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, റോമ സഭാംഗങ്ങളായ കേരളീയർ, അതായത് റോമൻ കത്തോലിക്കിൽ പിന്നെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ റോമൻ കത്തോലിക്ക സഭക്കാരെ അവരുടെ തക്സ ഭാഷയനുസരിച്ച് ലത്തീൻകാരെന്നും സുറിയാനിക്കാരെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ഈ രണ്ട് കൂട്ടർക്കും പ്രത്യേകം പള്ളികളും മെത്രാന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ലത്തീൻ കത്തോലിക്കരെന്നും സുറിയാനി കത്തോലിക്കരെന്നും ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. ഇവരെല്ലാം ഈ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഒരു മിക്സഡ് സമൂഹമാണ്. കൂനംകുരിശ് സത്യം മുതൽ 150 വർഷത്തുള്ള സുറിയാനി സഭയുടെ ചരിത്രവും പല കാരണങ്ങളാൽ നമ്മൾക്ക് ശ്രദ്ധേയമാണ്. പിന്നീട് ഗീവർഗീസ് അർക്കദിയോക്കൻ്റെ പിൻഗാമിയായി തോമ അർക്കദിയോക്കൻ ആണ് കൂനംകുരിശ് സത്യത്തിങ്കിൽ പ്രധാന നായകത്വം വഹിച്ചു. ഇദ്ദേഹം കുറവലങ്ങാട്ടുള്ള പ്രസിദ്ധമായ പകലോമറ്റം കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. മട്ടാഞ്ചേരിയിൽ കൂടിയവർ എല്ലാവരും കൂടെ ആലങ്ങോട്ട് പള്ളിയിൽ ചെന്ന് 12 പട്ടക്കാർ ഒരുമിച്ച് ചേർന്ന് തോമ അർക്കദിയോക്കനെ മെത്രാനായി വാഴിച്ചു. ഇദ്ദേഹം മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നു. എന്നാൽ ഇത് പാത്രിയാർക്കിസിൻ്റെയോ ഇതര മെത്രാന്മാരുടെയോ കൈവെപ്പ് കൂടാതെയുള്ള ഒരു അഭിഷേകമായിരുന്നു. അതിനാൽ മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ ഒരു പരദേശ മെത്രാൻ മലങ്കരയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മാർ തോമൻ മെത്രാൻ കൈവെപ്പ് സ്വീകരിച്ചു. മാർ ഗ്രിഗോറിയോസ് യാക്കോബ് ബുർദാനയുടെ വിശ്വാസം സ്വീകരിച്ചിരുന്ന സഭയുടെ അംഗമായിരുന്നതിനാൽ ഈ വന്ന മെത്രാൻ ഈ യാക്കോബ് ബുർദാനയുടെ വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നതിനാൽ പിന്നീട് മലങ്കരയിലുള്ള സഭ യാക്കോബായ വിശ്വാസത്തിലേക്ക് മാറുവാനായിട്ടിടയായിരുന്നു. അങ്ങനെ യാക്കോബായ വിശ്വാസം സ്വീകരിച്ച് ഒരു പാരമ്പര്യ സഭയായി പിന്നീട് ഇത് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതാണ് നമ്മൾക്ക് ആദ്യ ഭാഗങ്ങളിൽ ഈ സഭയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. ഈ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക്. ഭാരതഭൂമിയിലെ ക്രിസ്തീയ സഭ എന്നുള്ളതിനെക്കുറിച്ചാണ്.
എങ്ങനെയാണ് ഇന്ത്യയിൽ ക്രിസ്തീയ സഭ ഉണ്ടായതെന്നും പിന്നീട് എങ്ങനെയാണ് അത് റോമൻ കത്തോലിക്കർ ഇവിടെ വന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വിവരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ ഒരു മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇച്ചിരി നീളമുള്ളതായതുകൊണ്ട് ആണ് ഞാനിത് 2 ഭാഗമായിട്ട് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രൊട്ടസ്റ്റൻ്റ് കാര്യത്തെക്കുറിച്ചും നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ 2ാം ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.